മരിക്കുവോളം ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കണോ? അങ്ങനെയൊക്കെ നടക്കുമോ ഉസ്താദേ? അതിനുള്ള വഴിയുണ്ടെന്നേ. സാമ്പത്തിക പ്രയാസം വരുമ്പോൾ ഒരാളുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കണോ? അതിനും വഴിയുണ്ട്. ഏത് പ്രയാസത്തിലും അള്ളാഹു നിങ്ങളെ ചേർത്ത് പിടിക്കും. ഏത് കാര്യത്തിലും സന്തോഷം തരും. ഒരത്ഭുത ദിക്ർ പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി ദിക്റിനെ കുറിച്ച് പഠിപ്പിച്ചത്, ഈ ദിക്ർ ചൊല്ലുന്ന ആൾക്ക് ദുനിയാവ് തേടി വരും. ദുനിയാവ് അയാളിലേക്ക് തേടി വരും, അയാൾ തേടിപ്പോകണ്ട. അതിനർത്ഥം പണിക്ക് പോകണ്ടെന്നല്ല കേട്ടോ. പണിയൊക്കെ ചെയ്താലും അവൻ പണി ചെയ്യുന്നതിലേറെ അള്ളാഹു അവന് കൊണ്ടുവന്ന് കൊടുക്കും. സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ തീർത്ത് തരട്ടെ. ഓരോ ദിവസവും നമ്മൾ ഈ ഹംദുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങൾ പറയുമ്പോൾ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, എത്രയോ ആളുകളാണ് ഹംദ് കൊണ്ട് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളവർ. ക്യാൻസർ പേഷ്യൻ്റായ ഒരു സഹോദരൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് കൂടി നിന്ന സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പിന്നിലേക്ക് വന്നു. അൽഹംദുലില്ലാ, അത് ഹംദിൻ്റെ ബറക്കത്താണെന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും സന്തോഷം ആസ്വദിക്കാൻ അൽഹംദുലില്ലാ കൊണ്ട് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അപ്പോൾ നമ്മളൊരു കാര്യം പലരും വിട്ടുപോയിട്ടുണ്ടോ? നമ്മൾ റബീഉൽ അവ്വൽ 12 വരെ, 1 മുതൽ 12 വരെ സ്വലാത്തും എല്ലാം പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ചൊല്ലിയ ആളുകളിൽ നിന്ന്, 1,00,000 മേൽ ചൊല്ലിയ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ ഒരാൾക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അപ്പോൾ 1 മുതൽ 12 വരെയാണ് നമ്മുടെ കണക്ക്. അൽഹംദുലില്ലാ, ബാക്കി ഒരുപാടൊക്കെ ചൊല്ലിയിട്ടുണ്ട്. എല്ലാ സ്വലാത്തും അല്ലാഹ് സ്വീകരിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ കുട്ടികൾ ആരും ഗോൾഡ് കോയിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവരല്ല, മുത്ത് ഹബീബിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവരാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് കോയിനൊന്നൊരു വിഷയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും 1,00,000 സ്വലാത്ത് ചൊല്ലിയവർ 12 പേരുണ്ട്. ആ 12 ആളുകളിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകും. അള്ളാഹു അർഹരായ ആളുകളിലേക്ക്, പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഈ മാസം സമ്മാനമൊന്നുമില്ല ഉസ്താദി എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഈ മാസം നമ്മൾ സമ്മാനമായി 11,000 രൂപ നൽകുന്നുണ്ട്. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിലാണ് സമ്മാനം നൽകുന്നത്. അതിന് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട, വേറൊന്നും ചൊല്ലണ്ട. ജസ്റ്റ് നമ്മുടെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഡെയിലി ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഡെയിലി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ശരിയുത്തരം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് റബീഉൽ ആഖിർ 30ൻ്റെ അന്നത്തെ സ്വബാഹുൽ ഖൈറിൽ, അല്ലെങ്കിൽ അവസാനത്തെ ദിവസത്തെ സ്വബാഹുൽ ഖൈറിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് 11,000 രൂപ സമ്മാനമായി പ്രഖ്യാപിക്കും. എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഏതായാലും നമ്മളൊരു ദിക്ർ പഠിക്കാൻ. ഇതൊരു സാധാരണ ദിക്റല്ല കേട്ടോ, ഇതൊരു അത്ഭുത ദിക്റാണ്. ഇതൊരു വല്ലാത്ത അത്ഭുത ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾക്ക് ദുനിയാവ് കൊണ്ടുവന്ന് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ദിക്ർ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ലാന്നേ. ഇത് ഫലിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അതെന്തൊട്ട് ഉസ്താദേ, ഞങ്ങളും ഇപ്പോൾ കുറേ ദിക്റൊക്കെ ചൊല്ലാറുണ്ട്, എന്നിട്ട് ഫലിച്ചോ? എന്നാൽ ഫലിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. അത് ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടിയാകണം എന്നുള്ളത് ഇല്ലേ? അള്ളാഹ്ക്ക് വേണ്ടിയാകണ്ടേ? ഞാൻ എന്തിനാണോ വാക്യം ഓതുന്നത്? വാക്യം അതുമ്പോൾ ദാരിദ്ര്യം മാറാൻ അല്ലല്ല, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ വാക്യം ഓതിയാൽ അള്ളാഹു നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റി തരും. അപ്പോൾ ഏത് അമലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ഈ ഇസ്മ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങൾ ഏറ്റെടുക്കും. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമ്മളെ പടച്ചതാരാണ്? അതിപ്പോൾ അള്ളാഹു തന്നെ. പടച്ചോനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്തൊട്ട് ചോദ്യമാണ് ഉസ്താദേ, പടച്ചോനെ വിശ്വാസം ഉണ്ടാകുന്ന? അങ്ങനെയൊക്കെ ചോദിക്കാൻ തന്നെ പാടണ്ട. ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്. വെറുതെയാണ്. ചില സമയത്ത് ഭയങ്കര കള്ളന്മാരാണ് നമ്മൾ. അതായത് ഒരു വാപ്പ, അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. 3 പെൺമക്കളാണല്ലേ, കല്യാണമൊക്കെ അങ്ങനെ അള്ളാഹ് നടത്തി തരും. എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ടിരുന്ന കല്യാണത്തിൻ്റെ ദിവസം അടുത്ത് വരുമ്പോഴേക്ക് മൂപ്പര് പോയി പലിശക്കെടുക്കുന്നുണ്ടെങ്കിൽ അവൻ ആരെ വിശ്വാസമില്ലാത്ത വാപ്പായാണ്? അള്ളാനെ വിശ്വസിക്കാത്ത വാപ്പായാണ്. ഒരു വീട് പണിയണം, ഞാൻ പലിശക്കെടുക്കൂല, ഞാൻ ഹറാമിലേക്ക് ഞാൻ അടുക്കൂല, അള്ളാഹ് തരുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് വീട് പണി തുടങ്ങി. പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റണില്ല, എത്രയും പെട്ടെന്നൊരു വീട്ടിൽ കയറി കിടക്കണം. അപ്പോൾ കെട്ടിയോട് പറഞ്ഞു കൊടുത്തു, സാരമില്ല,
അള്ളയൊക്കെ കാണുന്നുണ്ടല്ലോ, അള്ള കാരുണ്യവാനല്ലേ, ഇച്ചിരി പലിശയൊക്കെ എടുത്തു നമുക്ക് വേഗം അടച്ചേർക്കാം, അടിപൊളി. ഇവൻ അള്ളാഹുവിൽ വിശ്വാസമില്ല. അപ്പം അള്ള ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവൻ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഇവൻ എപ്പോഴാണ് പലിശക്ക് എടുക്കുന്നതെന്ന് അറിയാൻ അള്ളാഹു തആല അവൻ്റെ അടിമയെ പരീക്ഷിക്കും. അപ്പോൾ ഉള്ളിൽ വിശ്വാസമില്ല, അള്ള തരും എന്ന് വാഗൊണ്ട് പറയുള്ളൂ, ഉള്ളു പറയുന്നുണ്ട് പടച്ചോനും തരൂല, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അള്ള തന്നില്ല, ഇനി എപ്പോൾ തരാനാ, അതുകൊണ്ട് പലിശക്ക് എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ വിശ്വാസമില്ലാത്ത ആളുകളായി നമ്മൾ മാറിയാൽ നമ്മൾ മുനാഫിക്കീങ്ങളാവൂലേ അല്ലേ? അപ്പോൾ അള്ളാഹിനെ വിശ്വസിച്ചു കൊണ്ടാകണം ഈ അമല് ചെയ്യേണ്ടത്. മനസ്സിലായോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും കേട്ടുകേൾവിയായി മാറിയിട്ടുണ്ട്, നമുക്ക് അനുഭവമില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. എൻ്റെ ശബ്ദം ക്ലിയർ അല്ലേ? നമ്മൾ ഈ പുതിയ മൈക്കിലേക്ക് മാറിയതിന് ശേഷം, ഈ പുതിയ സെറ്റപ്പിലേക്ക് മാറിയതിന് ശേഷം സൗണ്ട് ക്ലിയർ അല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ല ക്ലിയർ ആണെങ്കിൽ അതും പറയണം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനെ എതിർത്തു അല്ലേ, അള്ളാഹ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തു. അവസാനം എന്ത് സംഭവിക്കാൻ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഓടിക്കുകയാണ് ഫിർഔനും ടീമും. പിന്നിൽ ആരുണ്ട്? രക്ഷപ്പെടുകയാണ് അവർ അള്ളാഹിൻ്റെ അനുമതിയോടുകൂടെ. അങ്ങനെ രക്ഷപ്പെട്ടു വരുമ്പോൾ മുമ്പിലതാ ചെങ്കടൽ മുമ്പിലുണ്ട്. അപ്പോൾ ഫിർഔനും ടീമും, ഒരു രാജ്യവും പട്ടാളവും രാജാവും ഒക്കെ എതിരാണ് മൂസാ നബിക്കും അനുയായികൾക്കും എതിരെ. അവരിങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ മുമ്പിലാണ്. അവിടെ നിന്നു. എന്തിനാ ടെൻഷൻ? ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ ആരുണ്ട്? അള്ള ഉണ്ട്, അവൻ കൈവിടൂല. വേണമെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ഫിർഔനെ രക്ഷിക്കണേ, സോറി എന്ന് പറയായിരുന്നു. പറഞ്ഞോ? ഇല്ല, എൻ്റെ കൂടെ റബ്ബുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. ആ ബോധ്യത്തിൽ നിന്നപ്പോൾ അള്ള എന്താ പറഞ്ഞത്? കയ്യിലുള്ള വടി കൊണ്ടെന്ന് അടിക്കൂ മൂസാ നബി അടിച്ചു. കടൽ രണ്ടായി മാറി. വല്ല സംഭവിക്കുമോ? അത് അസംഭവ്യമായ കാര്യം. അള്ളാഹിനെ കൊണ്ടെല്ലാം പോസിബിൾ അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ കടലങ്ങ് രണ്ടാക്കി മാറ്റി കൊടുത്തു. അപ്പം നമ്മുടെ വിശ്വാസ ദാർഢ്യത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടാവും. എത്രത്തോളം നമ്മൾ വിശ്വസിച്ച് നിൽക്കുമെന്നറിയാൻ അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കണം. എട്ടങ്ങേറായി നിൽക്കരുത്. ഞാൻ ഇത്രയായിട്ട് പലിശക്ക് എടുത്തിട്ടൊരു വീട് പണിതിട്ടില്ല, ഞാനെടുക്കൂല. കഷ്ടപ്പെട്ട് ഇങ്ങനെയില്ലേ, എട്ടങ്ങേറായിട്ട് എടുക്കാത്തവരല്ല. എൻ്റെ റബ്ബ് തരുമ്പോഴേ ഞാൻ പുതിയ വീട് വെക്കുകയുള്ളൂ. അൽഹംദുലില്ലാ. അതുവരെ പലിശമ കയറാൻ ഞാനില്ല. കണ്ടോ? അങ്ങനെ ഓരോ സംഗതിയിലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളാണോ നമ്മൾ? അന്ന് നമ്മളെ പെടുത്തൂലാന്നേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ചിരിക്കുക. എന്തേ കാര്യം? എന്നെ എൻ്റെ റബ്ബ് കരിക്കൂല എന്നുള്ള ഉറച്ച ബോധ്യം ആർക്കുണ്ട്? ഇബ്രാഹിം നബിക്കുണ്ട്. സ്വന്തം കുഞ്ഞിനെ അറുക്കാൻ പറഞ്ഞപ്പോഴും നോ ടെൻഷൻ, അറുക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പാർക്കുണ്ട്. എൻ്റെ റബ്ബ് ഇടങ്ങേറാക്കൂല എന്നുള്ള ഉറപ്പാർക്കുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. 313 ആളുകളേ ഉള്ളൂ ബദരീങ്ങൾ. അപ്പുറത്തോ വലിയ പടയാണ് ഇല്ലേ? അവരുടെ ഇരട്ടി വരുന്ന വലിയ സൈന്യം അപ്പുറത്തുണ്ട്, 2 ഇരട്ടി വരുന്ന സൈന്യമുണ്ട്. അവരുടെ കയ്യിൽ വാളുണ്ട്, കുന്തമുണ്ട്, വലിയ പടക്കോപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അള്ളാഹ് മാത്രമേ ഉള്ളൂ. അത് മതി. അവർ ആ ശത്രുക്കളെ തോൽപ്പിച്ചു. അപ്പം അള്ളാഹ് കൂടെ ഉണ്ടോ? എവ്രിതിങ് ഈസ് പോസിബിൾ. എല്ലാം നടക്കും. അതർവൈസ് ഇമ്പോസിബിളാണ്. മനസ്സിലാകുന്നുണ്ടോ? സമാധാനം കിട്ടൂല. അള്ളാഹു സമാധാനം ആസ്വദിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ചില ആൾക്കാരുണ്ട്, ഞാൻ കുറേ ദിക്കറൊക്കെ ചൊല്ലാറുണ്ടല്ലോ, ഒന്നും നടന്നില്ല. മോളെ നീ ദിക്കറ് ചൊല്ലണ്ട, ഒന്നും നടക്കൂലടി, നീ ഇനി ചൊല്ലണ്ട, നീ അവിടെ മൂലക്ക് ഇരുന്നോ, നിന്നെക്കൊണ്ട് പറ്റൂല. എന്തിനിപ്പി ചൊല്ലണത്? അതാണ് പറയണത്. എത്ര ഹറാമ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്തോരം ഹറാമ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇച്ചിരി നമ്മൾ ഔലിയാക്കളൊന്നും അല്ലല്ലോ, കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആവും. അള്ളാൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കണം. ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ദിക്കറ് പറഞ്ഞുതരാം. ഇത് മരിക്കുവോളം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ദിക്കറാണ്. പിന്നെ ഈ ദിക്കറുകളൊക്കെ ചൊല്ലുമ്പോൾ മഹാനായ ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രയാസങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ? ഒന്ന് നിസ്കാരം കൃത്യമാക്കണം. 5 വക്ത് നിസ്കാരം കൃത്യമാക്കണം. കൃത്യമാണോ നിങ്ങൾക്ക്? എപ്പോഴാണ് ലോറിസ്കരിക്കണത്? അതിപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ അതോ 5 മിനിറ്റുള്ളൂ അസർ വാങ്ങിക്കൊള്ളിക്കാൻ, പഠിച്ചോനെ ലുഹർക്ക് അല്ലാഹു അല്ലല്ലാ, ഓടിപ്പോയി ഒന്നും എടുത്തു വന്ന് അല്ലാഹു അക്ബർന്ന് ഇങ്ങനെ കൈകെട്ടി 2ാമത്തെ റക്അത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അസർ ബാങ്ക്. അൽഹംദുലില്ലാ, ലുഹർ കിട്ടി, ഓലക്ക കിട്ടി, ലുഹർ കിട്ടി. അങ്ങനത്തെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടാന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് പഠിച്ചോൻ ഇങ്ങനെ നിൻ്റെ നിസ്കാരം ഭിക്ഷ കിട്ടുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നീ സമയാസമയം കൃത്യമായിട്ട് നിസ്കരിക്കണം. അവരുടെ ദുആഇന് വാല്യൂ ഉണ്ട്. 2ാമത്തെ എന്താണ്? അവൻ്റെയും അല്ലെങ്കിൽ ഇണകളുടെയും മക്കളുടെയും നിസ്കാര കാര്യത്തിൽ ശ്രദ്ധിക്കണം. സുബഹിസ്കരിക്കാതെ കടന്നുറങ്ങണ കെട്ടിയവനാണെങ്കിൽ വിളിച്ചെണീപ്പിച്ച് പള്ളിയിലേക്ക് വിടണം. കെട്ടിയോളം ചെയ്യും, ആ മൂപ്പര് ഉറങ്ങിയാണ്, ഇനിയിപ്പോൾ ഞാൻ നിസ്കരിക്കണ്ടല്ല, വിളിക്കണ്ട, മിണ്ടാതെ കടന്നു കൊടുക്കും. കാരണം എന്താ? കെട്ടിയോൻ ചോദിക്കണം, നീ എന്താണ് നിസ്കരിക്കാൻ? അപ്പോൾ നിങ്ങൾ വിളിച്ചില്ലല്ലോ. കണ്ടാ? അപ്പോൾ ഇതാണ് പരസ്പരം
ഭാര്യ ഭർത്താക്കന്മാരും മക്കളും നിസ്കരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ആ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവുമെന്ന് ഇമാമുൻ നബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കണം. ഏതായാലും നമുക്ക് ആ ദിക്റൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ വിശ്വാസം ഉണ്ടാകണം, നിസ്കാരം കൃത്യാക്കണം. ഒരു സ്വഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ പ്രയാസാണ് നബിയേ, ദാരിദ്ര്യമാണ് തങ്ങളെ, കടാണ് നബിയേ. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ ദുനിയ, ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയാവ് നിൻ്റെ അടുത്തേക്ക് വരും മോനെ. അതിനർത്ഥം പണിക്ക് വേണ്ടാന്നല്ല, പണിക്ക് നീ പോയിക്കോ, നിനക്ക് പണിക്ക് പോയി കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങ് അല്ലാഹ് നിനക്ക് തരും. വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ കൊടുക്കണോനല്ലേ പടച്ചോൻ. എന്തിനാ പിന്നെ ടെൻഷൻ? നോ ടെൻഷൻ. ഈ ദിക്ർ ചൊല്ലിക്കോന്നാണ്. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് ചൊല്ലാം. ഉറപ്പുള്ളൊരു ചൊല്ലിയാൽ മതി. ചില ആൾക്കാരുണ്ട്, ചൊല്ലി നോക്കട്ടെ, ഞാൻ കുറേയായി ചൊല്ലാൻ തുടങ്ങിയിട്ട്, ഉസ്താദ് ഇങ്ങനെ ഡെയിലി ഓരോ ദിക്കർ പറയും, ഇതിപ്പോൾ എല്ലാം കൂടെ ചൊല്ലാൻ പറ്റുമോ? നീ ചൊല്ലണ്ട മോളെ, നീ കാണണ്ട, നീ വേറെ വല്ല പണിക്കും പോയിക്കോ, ഇത് ചൊല്ലണ്ട കേട്ടോ. ഇത് അങ്ങനെയുള്ളവർക്കല്ല. ഡെയിലി നമ്മൾ പറയണത് ഓരോ ഹദീസുകൾ, ആ ദിവസം അത് ചൊല്ലിയാൽ തന്നെ അത്രയും വലിയ മഹത്വമല്ലേ. ഓരോ ദിവസവും നമുക്കിത് ചൊല്ലാൻ പറ്റുന്നില്ല, ഓരോ ദിക്കറുകൾ. ഇതൊരു വല്ലാത്ത ദിക്കർ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, ദുനിയാവ് നിങ്ങളുടെ അടുത്തേക്ക് വരും, ആഖിറ എന്തായാലും കിട്ടും. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലണം, ദുനിയാവ് കിട്ടാൻ വേണ്ടി ചൊല്ലരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൊല്ലിയാലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നും പറയാം. 2 റിപ്പോർട്ടുകളിലായി ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ വബിഹംദിഹി എന്ന് ചേർത്തിട്ടില്ല, ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നോക്കിയേ, ഒരു 3 തവണ ചൊല്ലിക്കേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. എപ്പോൾ ചൊല്ലണം? ഒന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലണം എന്ന് പഠിപ്പിച്ച മഹത്തുക്കൾ ഉണ്ട്. ഒരു റിപ്പോർട്ട് അങ്ങനെയുണ്ട്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുന്നിരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ മതി. അല്ലെങ്കിലോ മറ്റൊരു നല്ല സമയം സുബ്ഹ് നിസ്കാരത്തിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം അതാട്ടോ. അതായത് സുബ്ഹ് ബാങ്ക് വിളിച്ചിട്ട് നിങ്ങൾ സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാറുണ്ടോ വല്ലവരും? ഉണ്ടോ? കുറവാണ്. എങ്കിലും നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിനുശേഷം ഈ ദിക്ർ 100 തവണ ചൊല്ലുക. 100 തവണ ചൊല്ലിയിട്ട് സുബ്ഹ് നിസ്കരിക്കുക. ഈ ദുആഇന് ഉത്തരം ലഭിക്കും, ഈ ദിക്റിന് ഉത്തരം ലഭിക്കും. ഈ ദിക്ർ കൊണ്ട് ദുനിയാവ് നിങ്ങളെ തേടി വരും. എത്ര വലിയ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഇടയിലാണെങ്കിലും അള്ളാഹ് നിങ്ങളെ അങ്ങ് ഉയർത്തും. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. അപ്പോൾ ചൊല്ലൂല്ല എല്ലാവരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ പ്രധാനപ്പെട്ടൊരു വിഷയം, നമ്മുടെ ഫിസുമോള് ഒരു ചാനൽ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അതായത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള കുറച്ച് സൈക്കോളജിക്കൽ ടിപ്സും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദീൻ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും ഖുർആനും ഹദീസും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട്, സൈക്കോളജിക്കൽ വിഷയങ്ങളടക്കം ക്ലബ് ചെയ്തിട്ട് ഞാനും ഫിസുമോളും കൂടെ ഉള്ളൊരു ചാനൽ, ഫിസൂസ് ടെയിൽസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നിങ്ങളൊക്കെ അറിയുന്നവരൊക്കെ കൊണ്ടത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കാരണം കുടുംബക്കാർക്ക് മുഴുവൻ ഗുണമുള്ളൊരു ചാനലായിരിക്കും അത്. അപ്പോൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഏതായാലും ഞാൻ ചാനൽ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ആക്കി വെക്കണം കേട്ടോ. എന്നാലാണ് അതിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ അതിൽ വീഡിയോസും വരും. അപ്പോൾ അൽഹംദുലില്ലാഹ് അതിലൊക്കെ ഭംഗിയായി അതൊക്കെ കണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അബൂ സ്വാലിഹ് റഹിമഹുല്ലയാണ് പിതാവ്. അള്ളാഹു അവിടുത്തെ മദദ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. 11,000 രൂപ സമ്മാനം ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർഗരുടെ മഖാമ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? കമൻറ്റ് ചെയ്യല്ലോ. അള്ളാഹു ഹൈർ നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസപ്പെടുത്തുന്നവരെ നീ നശിപ്പിക്കണേ അല്ലാ. അവർക്ക് ഭക്ഷണം നൽകണേ അല്ലാ. അവർക്ക് ശിഫ നൽകണേ അല്ലാ. സാന്ത്വനം കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ശുഹദാക്കൾക്ക് ഉന്നത പദവി നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് കാവലേകണേ അല്ലാ. ബൈത്തുൽ മുഖദ്ദസ് നീ പൂജിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. കമൻറ്റ് ബോക്സ് നിറയെ ദുആ വസിയ്യത്താണ്. എല്ലാവരുടെയും സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ആക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, എത്രയെത്ര അസുഖബാധിതരാണ്, നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബന, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന കുഞ്ഞ് കുട്ടി അടക്കം പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി 2 വയസ്സായ കുഞ്ഞ് ICUവിലാണെന്ന് പറഞ്ഞൊരുമ്മ, അല്ലാഹുവേ നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബന, അങ്ങനെ തുടങ്ങി ആരെല്ലാം അസുഖബാധിതരായുണ്ടോ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളേറ്റെടുക്കണേ അല്ലാ. ജോലി ആവശ്യാർത്ഥം പോകുന്നവരുടെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളേറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കാണുന്നവർ, കുടുംബസമേതം കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വളർച്ച നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.